ബൽറാം, ഏത് തരത്തിലേക്കാണ് അതിർത്തികളിൽ പാകിസ്ഥാൻ അവരുടെ പ്രകോപനം തുടരുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം? അനുജ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപകാലത്തെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ മന്ത്രിമാർ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ നടത്തിയിരിക്കുന്നു. ഇന്ത്യ അതേസമയം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ നിരത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതേസമയം അതിർത്തിയിലും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലും ഇത്തരത്തിൽ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. രണ്ടിടങ്ങളിൽ ടൂട്ട്മാരി ഗാലി, രാംപൂർ എന്നീ രണ്ട് സെക്ടറുകളിൽ പാക് സൈനികർ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പ്രകോപനമില്ലാതെ വെടിയുതിർത്തിരിക്കുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്നലെ രാത്രി ഒരു രാത്രിക്കിടെ രണ്ടിടങ്ങളിൽ രണ്ട് തവണയായി ഇതിന് തക്കതായ മറുപടി ലഭിച്ചതിന് സമാനമായ മറുപടി ലഭിച്ചതായാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ അതിർത്തി മേഖലയിലെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെയാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഈ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവർക്ക് സഹായം നൽകിയ കശ്മീരികൾ പ്രാദേശിക ഭീകരവാദികൾക്ക് എതിരായ നടപടികളും അതിശക്തമായി തന്നെ തുടരുകയാണ്. ശ്രീനഗറിൽ 60ഓളം ഈ ഭീകരവാദ ബന്ധമുള്ള ആളുകളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ആളുകളുടെ കുടുംബാംഗങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയാണ്. ഒപ്പം തന്നെ സമാനമായി അനന്തനാഗിൽ 175 പേരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഈ പ്രാദേശിക ഭീകരവാദികൾ അവരുടെ കുടുംബാംഗങ്ങൾ, സഹോദരന്മാരോ അടക്കമുള്ള കുടുംബാംഗങ്ങളെയാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ പ്രാദേശിക സഹായം ഈ ഭീകരർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നടപടി. ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രാദേശിക ഭീകരർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നും പ്രാദേശിക ഭീകരവാദത്തിന്റെ വേരറുക്കണം എന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീട് തകർക്കൽ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പ്രാദേശിക ഭരണകൂടവും ഏജൻസികളും നീങ്ങിയിരിക്കുന്നത്. മനുജ, അതാണ് അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അവർ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ ഷിംല കരാറൊക്കെ അവർ റദ്ദാക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും വെടിനിർത്തൽ കരാറുടെ ലംഘനം അത് തുടർച്ചയായി തന്നെ അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന വിവരം. അതാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.